ഈ ഒരു കഥയുടെ പേര് മണ്ടൻ ലണ്ടനിൽ നിന്നുള്ളതാണ്. പഴയ കാലത്ത് സീതിയാജിയുടെ ഫലിതങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. സീതിയാജിയും ഭാര്യയും ലണ്ടനിൽ പോയി. അക്കാലത്ത് കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങി. ആ സിനിമയുടെ പേര് മണ്ടന്മാർ ലണ്ടനിൽ എന്നായിരുന്നു. അപ്പൊ ഈ പത്രം കാണിച്ചിട്ട് ഭാര്യക്ക് കാണിച്ചിട്ട് സീതിയാജി പറഞ്ഞു അത്ര, എടി നമ്മള് ലണ്ടനിൽ എത്തിയത് നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അത് അതുപോലെയുള്ളൊരു കഥ അല്ല കേട്ടോ, യാഥാർത്ഥ്യമായ ഒരു കഥ ഇവിടെ അടുത്ത് ഈ ഒരു മാസത്തെ സംഭവിച്ചു. മണ്ടൻ ലണ്ടനിൽ. ആരാ മണ്ടൻ എന്നറിയോ? കേരളത്തിലെ അറിയപ്പെട്ട മണ്ടൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ടനായ നമ്മുടെ ആരിഫ് ഹുസൈൻ കോയ എന്ന് പറയുന്ന കോയാക്ക കുടുങ്ങിയ ഒരു കഥയാണ്. രസകരമായ ഒരു കഥയാണ്. അതായത് കേരളത്തിൽ ആളുകളെ, പാവപ്പെട്ട ആളുകളൊക്കെ, പാമരന്മാരായ ആളുകളെയൊക്കെ ഫോൺ വിളിച്ചിട്ട് കോയാസിന്റെ പരിപാടി നടത്തുന്നുണ്ടല്ലോ നമ്മൾ കോയ, ഈ ആരിഫ് ഹുസൈൻ കോയ. അങ്ങനെ പാവപ്പെട്ട ആളുകളെ അങ്ങോട്ട് മറുപടി പറഞ്ഞൊന്നും ഓൻ സ്വീകരിക്കൂല. അത് ഓന് ഇഷ്ടപ്പെട്ട എല്ലാം മൈക്ക് ഓൻ്റെ കയ്യിലാണ്, എല്ലാം ഓൻ്റെ നിയന്ത്രണത്തിലായിട്ട് ആളുകളെ വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന ഒരു വീഡിയോ പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ചെയ്യാന്ന് കരുതിയിട്ട് ലണ്ടനിൽ എത്തിയതാ. ലണ്ടനിൽ എത്തി നോക്കുമ്പോഴോ അവിടുത്തെ അദ്നാൻ എന്ന് പറയപ്പെടുന്ന നല്ല ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുള്ളൊരു മനുഷ്യൻ. ഈ ആരിഫ് ശരിക്ക് ലണ്ടനിലാണ് പോകേണ്ടത്. ഇവിടെ കേരളത്തിൽ വന്നിട്ട് വലിയൊരു കഴമ്പൊന്നുമില്ല. കാരണം ലണ്ടനിൽ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുക നിത്യവും. അങ്ങനത്തെ ലണ്ടനിൽ പോയിട്ട് ചങ്ങാതി കുടുങ്ങിയൊരു കഥയാണ്. ഇതെന്താ കഥ എന്നുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. He claimed the Quran says you can marry your child, right? I want him to now, if you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, like the BJP propagandists and all the Zionist scumbags. He's a liar. He's a liar who's lying upon our faith. ഞാൻ ഇപ്പോൾ ഇവനോട് ആവശ്യപ്പെടുന്നത്, സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന ഖുർആനിൽ ഒരു ആയത്തെങ്കിലും അത് കൊണ്ടുവരാൻ ഇവന് കഴിഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കുക, ഇവൻ ഒരു വെറും സയനിസ്റ്റ് അല്ല, ഇവനൊരു വെറും BJP അനുകൂലിയല്ല, ഇവൻ ഒരു നുണയനാണ്, ഒരു നുണയൻ കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് കള്ളം പറയുന്ന കരും കള്ളനായൊരു നുണയൻ. And time up. Time up. It's your time. I'm taking the words. Yeah. Start his time. 2 minutes. No, just When you make a claim, you should have the verse on your fingertips. You should know the verse. He has to look at his notes. Once he forgets. Start his time. Started already, yeah, your time. 1 minute. എൻ്റെ സമയം കഴിഞ്ഞതിൻ്റെ സമയമാണ്. അപ്പം ഞാൻ ഖുർആനിൽ നിന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ, വെറും 2 മിനിറ്റ് എനിക്ക് തരാം. 2 മിനിറ്റ്, ആ 2 മിനിറ്റിൽ തപ്പിക്കോ എന്ന് പറഞ്ഞു. കിട്ടുന്നില്ല. Let me take the words, then you can start the time. Now I knew I didn't want to debate. He doesn't. അപ്പൊ ഇയാൾ പറയാണ്, അവർക്കറിയാം സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് അറിവുള്ള മുസ്ലിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഇവർ ഒന്നുമല്ല എന്ന്. നാണക്കേട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. Because he claimed the Quran says you can marry your child. I want that verse. The Quran saying you can marry your child. I want that verse now. 30 seconds left. Or apologize to all the Indian Muslims. We got it. All the Indian Muslims in India, you have been demonizing and dehumanizing. Apologize to them. Say, I'm sorry. Oh Muslims, I'm a fool, I'm an idiot, I'm a Zionist, that's why I'm an idiot. I'm sorry. സ്വന്തം കുട്ടിയെ വിവാഹം കഴിക്കാം എന്നുള്ള ആ വചനം ഇപ്പോൾ തരണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഇന്ത്യൻ മുസ്ലിങ്ങളോട് ഇവൻ മാപ്പ് പറയണം. ഇന്ത്യയിലെ എല്ലാ ഇന്ത്യൻ മുസ്ലിങ്ങളോടും ഇവൻ മാപ്പ് പറയണം. ഞങ്ങളോട് ക്ഷമിക്കുമെന്ന് പറയണം. നീ ആരിഫ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. സ്വന്തം മകളെ വിവാഹം ചെയ്യാനുള്ള ഒരു ആയത്ത് ചോദിച്ചിട്ട് തപ്പിക്കൊണ്ടിരിക്കുക, കാണുന്നില്ല. ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളോടും ഇയാളോട് ചോദിക്കണം, കാണുമ്പോഴൊക്കെ ആയത്ത് ചോദിക്കണം എന്നാ. These are liars. When they say they're ex-Muslim, they want money from the BJP government, they want money from the Zionists, and they want visits, tours to Israel so that they can be given platform to talk to ignorant fools. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രകടിപ്പിക്കാൻ ഇസ്രായേലിലെ സയനിസ്റ്റുകളോട് ഇയാൾ ഇപ്പോഴും ഇവർക്ക് പണം നൽകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇവനിക്ക് പണം നൽകുന്നുണ്ട്. I will wait.
Once this video is out. Wait. Even AI is not helping you. Once this Even AI is not helping you. I'm roaming and my internet is down. What's your That's name? the only problem. What's your name? ആയത്ത് കണ്ടുപിടിക്ക്. എന്നെ ആരിഫ് പറയാം, ഞാൻ മാപ്പ് പറയാന്ന്. വേണ്ട, ആയത്ത് കാണിക്ക്, ഞാൻ കാത്തിരിക്കാം. വെയിറ്റ് ചെയ്യൂ. AI പോലും എന്നെ സഹായിക്കണില്ലല്ലേ? No. You're going to cut up the videos and then you're going to go there. That's what he just said. No. Right here. Right here. Look at. Your excuse the internet. I'll give you internet. How about that? No. We have internet. I'll give you Here, internet. my phone. My I'll give you phone. internet. We can give you So no excuses now. on screen. My phone. We are not going to watch your channel. On screen it will be there. Internet. അപ്പൊ ആരിഫ്, എൻ്റെ ഫോണിൽ ഇന്റർനെറ്റ് സ്പീഡ് കുറവാണ്, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഒഴിഞ്ഞു മാറുകയാണ് കാണാനിട്ട്. ഇന്റർനെറ്റ് സ്പീഡുള്ള എൻ്റെ മൊബൈൽ ഞാൻ തരാം, പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. മൈ ഫോൺ ഇതാ, എൻ്റെ ഫോൺ ഇതാ. ആരിഫ് നല്ല പെട്ടൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഫോൺ നീട്ടി കൊടുക്കുക. അതാ, എല്ലാവരും ഫോൺ നീട്ടി കൊടുക്കുകയാണ്. ഒരു കുഴപ്പമില്ല, നല്ല സ്പീഡ് ഉണ്ട്, നല്ല ഇന്റർനെറ്റ് ഉണ്ട്. നോ പ്രോബ്ലം എന്ന് പറയാണ് ഇവര്. His friend is telling him, भाग, निकल. वो बोल रहा है, निकल भाई, भैया निकल यहाँ അപ്പൊ से, भैया निकल. ഓന്റെ ചങ്ങാതി പറയണത് ഇയാൾ പറയുന്നത്. ഓന്റെ ചങ്ങാതി പറയണത് കണ്ടില്ലേ? ഓടിക്കോ. നിക്കൽ. അതിനോട് മൂന്നാമൻ പറയുന്നുണ്ട്. മൂന്നാമത്തെ ഈ ആള് പറയുന്നുണ്ട്, അവൻ അത് കട്ട് ചെയ്ത് വേറെ കോലത്തിൽ വിശദീകരണം, അതിനുള്ള കളിയാണ് അവൻ ചെയ്യണതെന്നാണ് ഇത് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഇയാൾ പറയാണ്, ആ നടുവിൽ നിൽക്കുന്ന ആള് പറയാണ്, എക്സ് മുസ്ലിം എന്നൊക്കെ പേരും പറഞ്ഞാണ്ട് പാലിക്കാൻ കഴിയാത്ത വെല്ലുവിളികളൊന്നും ആയിട്ട് നടക്കരുത് കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് മറ്റാളോട് പറയാ, ഇവന് ഈ അദ്നാനോട് വലിയ വെല്ലുവിളി നടത്തിയ ആളാ, പക്ഷെ ഇപ്പം അവന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു തെളിവില്ല. അവൻ ആകെയുള്ള തെളിവ് പതിവ് പോലെയുള്ള ആ മുസ്ലിം വിദ്വേഷം മാത്രമാണ്. Just listen to this. Surah 4, verse 23. വലിയ വമ്പടിക്ക് എന്നിട്ട് ഓടിപ്പോവുക. ഇതാണ് ഇവന്റെ പണി. അപ്പൊ അതിനാൻ പറയുന്നുണ്ട്, ഞാനേ ഇന്ത്യയിൽ സംസാരിക്കാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിഷ്കളങ്കരായ മറ്റു മതസ്ഥരായ മനുഷ്യന്മാരോട് കള്ളം പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം നിറക്കാൻ വേണ്ടിയാണ് ഇവൻ ഈ പണി നടത്തുന്നതെന്നാണ്. ആയതിനാൽ ഇന്ത്യ മുസ്ലിമീങ്ങളോട് മാപ്പ് ചോദിക്കാൻ ഞങ്ങൾ ഇവനോട് ആവശ്യപ്പെടുകയാണ്. ജൂട്ട് ഇൻസാൻ യേ ഛോട്ട് ബാല. ഇത്രയധികം കള്ളം പറഞ്ഞ ഈ മനുഷ്യന്, ഈ നുണയന് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടില്ല. ലണ്ടനിലെ സ്പീക്കേഴ്സ് കോർണറിൽ വന്ന് ഇവൻ ഇന്ന് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ഇവിടെ വന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞ് പറ്റിക്കും പോലെ കള്ളങ്ങൾ പറയാമെന്നും പൊട്ടത്തരം വിളിച്ചു പറയാമെന്നും ആരും ചോദ്യം ചെയ്യൂല എന്നും പാവം കരുതിയതാ. അതാ ഓടണ ഓട്ടം കണ്ടോ. Just listen to this. Surah 4, verse 23. അപ്പൊ ഇതാണ് നമ്മളെ ആരിഫ് കോയ ഹുസൈൻ. കോയൻ എല്ലാവർക്കും അറിയില്ലേ? ഇവിടെ വന്നിട്ട് പാവപ്പെട്ട പാമരായ ജനങ്ങളോട് ഓരോ വീഡിയോ ഒക്കെ ചെയ്ത് കോള് ചെയ്തിട്ട്, എന്നിട്ട് അതൊരു വലിയ വീഡിയോ ആക്കിയിട്ട് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ആളെ പറ്റിക്കുന്ന സംഗതിയിൽ അത് അങ്ങ് ലണ്ടനിൽ ചെന്നതാ. ലണ്ടനിൽ ചെന്ന ഈ മണ്ടന് അവിടെ കുടുങ്ങി. അവസാനം അത് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അറിയപ്പെടുന്ന വിവരമുള്ള ഒരു മുസ്ലിമിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള അറിവ് ഇവന് ഒരു പൊന്തും അറിയില്ല. സ്വന്തം മകളെ വിവാഹം ചെയ്യാമെന്ന് ഖുർആനിലുണ്ട് എന്ന് അവൻ പറഞ്ഞത്. അപ്പൊ അത് കാണിച്ചു തരാൻ ഇത്രയും സമയം കൊടുത്തത്. ഞാൻ അരമണിക്കൂർ എടുത്തു, എന്നിട്ട് ഇജ്ജ് കൊണ്ടുവന്നോ, എന്നിട്ടെങ്കിലും അതിന് തെളിവ് കൊണ്ടുവരാറിഞ്ഞിട്ട് 2 മിനിറ്റ് എടുത്ത് 10 മിനിറ്റ് എടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് മണിക്കൂറായിട്ടോ അതിന് കഴിയുന്നില്ല. വളരെ വ്യക്തമാണ് വിശുദ്ധ ഖുർആനിലെ. ഇദ്ദേഹം തന്നെ പറയുന്നത് സൂറത്തു നിസായിലെ 23-ാമത്തെ ആയത്ത്. സൂറത്തു നിസായിലെ 23-ാമത്തെ ആയത്തിൽ ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖവാത്തുക്കും എന്ന് പറഞ്ഞിട്ടുള്ള വിശുദ്ധമായ ഖുർആനുണ്ട്. നിങ്ങൾക്ക് വിവാഹം ചെയ്യൽ ഹറാമാണ് നിങ്ങളുടെ ഉമ്മയെ, വ ബനാത്തുക്കും നിങ്ങളുടെ പെൺമക്കളെ, വ അഖവാത്തുക്കും നിങ്ങളുടെ സഹോദരിമാരെ എന്ന് തുടങ്ങുന്ന വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ഈ മണ്ടൻ ലണ്ടനിൽ ചെന്ന് ആകെ മണ്ടൻ ഉണ്ട തിന്ന മാതിരിയായി. ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നല്ലൊരു കഥ. ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ, വിശേഷ കേരളത്തിൽ ഏറ്റവും വലിയൊരു മണ്ടൻ ഉണ്ടായിരുന്നു. ആ മണ്ടൻ ഒരിക്കൽ ലണ്ടനിൽ പോയി പെട്ട കഥ. ഇതാണ് ആരിഫ് ഹുസൈന്റെ കഥ.
Just listen to this. Listen to this. Surah 4, verse 23. Verse 23. I want you to hear this verse. We will continue this. No. I want you to hear this verse. I want you to hear this verse. I want to see your deflection tactics. No. I want you to hear this verse. I want you to hear this verse. So I want you. Just one verse. Just one verse. The Quran. Why is he running? Why is he running? Ladies and gentlemen, brothers and sisters, the sun is behind us. Turn around. I think he got his tail between. To spread hatred against Muslims, specifically in India. So he's lying about Muslims so that Hindus start hating the Muslims more. So they start attacking the Muslims more. So they start targeting the Muslims of India more. So this is why these people are worse than Zionists. Although he's a Zionist, but because he is working for the Zionists to spread hatred in India against Muslims, lying. Today Allah exposed him. So I request from the Indian Muslims, spread this as much as you can.